നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എഴുന്നേക്കടാ അവിടുന്ന്. എണീക്കടാ അവിടുന്ന്. എടാ എണീക്കാൻ. എന്താ ഇത്? വാ ഇങ്ങോട്ട്. എന്താ അമ്മേ? അമ്മ ഇതെന്താ? തനു മതി, ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട, നമുക്ക് പോയേക്കാം. നമുക്കൊരബദ്ധം പറ്റിയെന്ന് കരുതിയാ മതി. എന്താ എന്താ അരവിന്ദ? വിശേഷമൊന്നും പറയണ്ട ഗോപാലകൃഷ്ണ. കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. മകളുടെ മാനം കപ്പൽ കയറും. അന്തസ്സും അഭിമാനമായിട്ട് ജീവിക്കുന്നവരാ ഞങ്ങള്. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല ആരോടും. അല്ല, ഞങ്ങൾ ഇറങ്ങുവാ. അയ്യോ അത് വാടാ പോ. എന്താ എന്താ അമ്മ കാര്യം? മിണ്ടാതിരുടെ നാണം കെട്ടവനെ. അവന് വിശേഷം അറിയണം പോലും. കണ്ടുപിടിച്ചോണ്ട് വന്ന ബന്ധം കൊള്ളാം. നിന്നോട് നടക്കാനല്ലേ പറഞ്ഞത്? അച്ഛ എന്താ അച്ഛ കാര്യം പറ. നടക്കണം അങ്ങോട്ട്. തനുജേ, കാര്യം എന്താന്ന് പറഞ്ഞിട്ട് പോ. ഒന്ന് പോ ശാരദാമ്മ അവിടുന്ന്. തനുജേ, എന്റെ മകളുടെ ഭാവിയുടെ പ്രശ്നം ഇത്. നിങ്ങൾ കാര്യം എന്തെന്ന് പറയ്. കാര്യം പറഞ്ഞാലോ ശാരദാമ്മേ, നിങ്ങളുടെ മകളുടെ ഭാവി കുളം തോണ്ടാൻ പോകുന്നത്. അത്ര നല്ല വിശേഷോ? അരവിന്ദ, കാര്യം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിച്ച് തീരുമാനമാക്കാം. അതിപ്പോ അങ്ങനെ സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമല്ല ഗോപാലകൃഷ്ണ ഇത്. നടക്കടാ. നിക്കേ. ശ്യാമയ്ക്കൊരു ആലോചനയായിട്ട് വന്നതും ഇത് ഇത്രയും വരെ കൊണ്ടെത്തിച്ചു നിങ്ങൾ എല്ലാവരും. പിന്നെ ഇപ്പോഴും ഈ കല്യാണത്തിന് പിന്മാറാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിന്റെ കാരണം ബോധിപ്പിച്ചിട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഇയാളുടെ മകനെ ഇവിടുന്ന് ഇയാൾ ജീവനോടെ കൊണ്ടുപോവില്ല. സത്യഭാമയുടെ മകൻ വിഷ്ണുവായി പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ദേവിയെ സാക്ഷിയാക്കിയാണ് ഞാൻ ഈ പറയുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവം പെൺകുട്ടിയുടെ കണ്ണീര് വീഴ്ത്തിയിട്ട് നീ ഒന്ന് സമാധാനത്തോടെ ജീവിക്കില്ലടാ. ഒരു തെറ്റും ചെയ്യാത്ത പാവം പെൺകുട്ടിയല്ലേടാ. ഇതിന് സമാധാനം പറയടാ നീ. നോക്ക്. നോക്കട്ടെ വിഷ്ണുട്ടാ, കാണ്, എല്ലാവരും കാണ്. കുഞ്ഞേച്ചി, ദേ ഇവിടെ നിൽക്കുന്ന കല്യാണ പെണ്ണ് വേറൊരുത്തരുമായി കെട്ടിപ്പിടിച്ച് ഹോട്ടൽ റൂമിൽ കിടക്കുന്ന കാഴ്ചയെ അതിൽ കാണുന്നത്. ഇങ്ങതാ, ദാ എല്ലാരും കാണ്, കണ്ണ് തുറന്ന് കാണ്. ദാ നോക്കടാ, നോക്ക്. ദേ ഇവനെ, ഈ കല്യാണം നടത്തി കൊടുക്കാൻ ഉത്സാഹിച്ച് ആദ്യ അവസാനക്കാരനായി നിൽക്കുന്ന യവനെയാ. ഇനി പറ, നാണം കെട്ട ഈ പെണ്ണുമായിട്ട് വേണോ കായൽ റാണി ഗ്രൂപ്പിന്റെ ഉടമ അരവിന്ദ സ്വാമിനാഥന്റെയും തനുജയുടെയും ഏക മകൻ ദീപകിന്റെ വിവാഹം?
എല്ലാവരും എല്ലാം നേരത്തെ അറിഞ്ഞു, കണ്ടു, കേട്ടു. ഞങ്ങൾ മാത്രം വിഡ്ഢികൾ. ഡേയ്, അയ്യോ ഗോപാലട്ട, അവളെ തല്ലല്ല അച്ഛാ. ഇവള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണുമല്ലോ. എല്ലാരും അറിഞ്ഞോണ്ടായിരുന്നു എല്ലാം. കുറ്റം അവരുടെ ഭാഗത്തല്ല, നമ്മുടേതാ തനുജെ. അമ്മയുടെ കാര്യവും ഇവന്റെ ഇഷ്ടവും ഒക്കെ നോക്കി വേണ്ട പോലെ അന്വേഷിക്കുകയും കേൾക്കുകയും ചെയ്യാതെയല്ലേ പെണ്ണിനെടുക്കാൻ വന്നത്. ഗോപാലകൃഷ്ണൻ ഈയിടെയല്ലേ കുടുംബത്തിലേക്ക് വന്നു കയറിയത്. അയാളും ഒന്നും അറിഞ്ഞു കാണില്ല. പന്തികയിടക്ക് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണമായിരുന്നു അരവിന്ദേട്ടാ. അച്ഛന് 2 ഭാര്യ. അതറിയാവുന്ന അമ്മ തന്നെ രണ്ടാമത് കയറി വന്ന അച്ഛനെ സ്വീകരിക്കുകയും ചെയ്തു. മൂത്ത മകള് താലി പൊട്ടിച്ച് കെട്ടിയോന്റെ കൈ കൊടുത്തു. പിന്നെ 2ാം കെട്ട്. പിന്നെ രണ്ടാമതൊരുത്തി ബലമായൊരുത്തനെ കൊണ്ട് താലി കെട്ടിച്ചു. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലോ നാട്ടിലോ നടപ്പുള്ള കാര്യമാണോ? ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ പെൺപിള്ളെ നിങ്ങൾ ഈ കുടുംബത്തിൽ പെണ്ണാലോചിച്ചോണ്ട് വന്നേ? പെണ്ണും പിള്ളയെന്നോ? നിങ്ങളാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വായിക്കൊള്ളാത്തതും കൊള്ളരുതാത്തതും വിളിച്ചു പറയുമ്പോഴേ അത് പലർക്കും കൊള്ളുമെന്ന് ഓർത്തോണം. നിങ്ങൾ പറഞ്ഞ താലി പൊട്ടിച്ച മൂത്ത മോളില്ലേ, അവളെ കെട്ടിയിരിക്കുന്നതേ എന്റെ മോനാ. അതുകൊണ്ടേ അവനൊരു കുറവുണ്ടായതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുമില്ല. ഞങ്ങളുടെ പെണ്ണിനെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ ഏതോ ഒരു ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് മുന്നിൽ വെച്ച് വായി തോന്നിയത് വിളിച്ചു പറയാനുള്ള ലൈസൻസ് ഒന്നേ നിങ്ങൾക്ക് തന്നിട്ടില്ലാരും. ഗോപാലകൃഷ്ണനെ ശാരദാമയൊക്കെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാ. വന്ന കോലത്തിൽ തിരിച്ചു പോയിന്ന് വരില്ല. വേണ്ട വിജയലക്ഷ്മി, എന്നെ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. എന്റെ മകളുടെ കല്യാണം നടത്തുക പ്രധാനം. അങ്ങനെ ഉള്ളിലിരിക്കുന്ന ഓരോന്നായിട്ട് പുറത്തോട്ട് വരട്ടെ ശാരദാമേ. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ ആരുടെയെങ്കിലും തലയിലോട്ട് കെട്ടിയേൽപ്പിക്കണം. നോക്കുമ്പോ ചക്കരക്കുടമല്ലേ കോടികളുടെ ആസ്തിയുള്ള കായൽ റാണി ഗ്രൂപ്പിന്റെ അനന്തരാവകാശി. പക്ഷേ ആ പരിപ്പ് ഇവിടെ വേവില്ല ശാരദാമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.